ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഫ്ളലുസ് സ്വലാത്തി വഅതമ്മുത് തസ്ലീമി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ സാറ അലാ ഹദിയിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു ചേർക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു മഹത്തായ അമലാണ് സ്വദഖ എന്നുള്ളത്. സ്വദഖയെക്കുറിച്ച് മുമ്പ് നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഈ സുന്നത്തായ കർമ്മത്തെക്കുറിച്ച് പറയാൻ എത്രയോ ആയത്തുകളാണ് അതിനു വേണ്ടി നിരത്തിയിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ ശ്രദ്ധേയമായ 10 ആയത്തുകൾ സ്വദഖയുടെ മഹത്വം പറയുന്നതാണ്, സ്വദഖയുടെ ഗുണത്തെക്കുറിച്ച് പറയുന്നതാണ്, സ്വദഖയുടെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ സവിസ്തരം ഇങ്ങനെ പ്രതിപാദിക്കപ്പെടുന്ന അമലുകൾ വളരെ കുറവാണ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സ്വദഖ ചെയ്യുക എന്നുള്ളതിൻ്റെ മൂല്യം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും അതിന് നിശ്ചയിക്കപ്പെട്ടതായ ഒരു മുതലും ഇല്ല എന്നുള്ളതാണ്. ഏത് മുതലിൽ നിന്നും സ്വദഖ ആവാവുന്നതാണ്. എന്തിനേറെ ഒരു പുഞ്ചിരി പോലും സ്വദഖയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വാക്ക് സ്വദഖയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഒരു മനുഷ്യന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യുന്നത് പണമാണ്, സമ്പത്താണ്. ആ സമ്പത്ത് സ്വദഖ ചെയ്യുന്നിടത്ത് പലപ്പോഴും മനസ്സ് പിടിച്ചു വലിക്കുന്നുണ്ട്. അവന്റെ ആഗ്രഹം അവന് തടയിടുന്നുണ്ട്. അതത്രയും കൊടുക്കണ്ട, അല്ലെങ്കിൽ വല്ല നിലക്കും എവിടെയും എന്തെങ്കിലും സ്വദഖ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരിൽ ചില ചൂഷണങ്ങൾ നടത്തുക, അതിന്റെ പേരിൽ മുതലെടുപ്പ്, അതൊക്കെ സ്വദഖയോടനുബന്ധമായി സമൂഹത്തിൽ കാണപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്ന ആയത്തുകളാണ് അൽ ബഖറയുടെ 261 മുതൽക്ക് 271 കൂടിയ ആയത്തുകൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവ് ചെയ്യുന്ന ആളുകൾ ഏതുപോലെ എന്നറിയുമോ? അതിൻ്റെ ഉദാഹരണം എങ്ങനെന്നറിയുമോ? കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി നട്ടുപിടിപ്പിച്ച പോലെ. റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നത് ഒരു ധാന്യമണി നട്ടുപിടിപ്പിച്ച പോലെയാണ്. അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ഒരു ധാന്യമണി നട്ടുപിടിപ്പിച്ചു, അത് മുളച്ചു, അതിൽ നെല്ലുണ്ടായി, നെൽക്കതിരുകളുണ്ടായി. ആ നെൽക്കതിരുകൾ 7 എണ്ണമായി ഇങ്ങനെ വിടർന്നു നിന്നു. ഒരു ധാന്യം മുളച്ച് അത് പൊങ്ങിയിട്ടത് 7 കതിരുകളായി ഇങ്ങനെ വിടർന്നു. ഓരോ കതിരിലും 100ഓളം ധാന്യങ്ങൾ വേറെയും ഉണ്ടായി. അപ്പോൾ ഒരു ധാന്യമണിയിൽ നിന്നും ഒരു ചുവട് പൊങ്ങിയത് 700 ധാന്യമണികൾ കൊണ്ടുവന്ന രീതിയിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിക്ഷേപിക്കുന്ന സ്വദഖ കൊണ്ടൊരു മനുഷ്യന് കിട്ടുന്നത് 700 ഇരട്ടി പ്രതിഫലമെന്ന് പരിശുദ്ധ ഖുർആൻ. സ്വദഖ കൊണ്ട് കിട്ടുന്നത് 700 ഇരട്ടി കൂലി. നിസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്.
തുടർന്നിങ്ങനെ പറയാ, ഒരു സദഖ കൊണ്ട് ഒരു ധാന്യമണി നട്ടുപിടിപ്പിച്ച ആൾക്ക് അതിൽ നിന്നും 700 എണ്ണം കൊയ്തെടുക്കാൻ പറ്റും എന്ന പോലെ ഒരു സദഖ കൊണ്ട് കിട്ടുന്നത് 700 ഇരട്ടി എന്ന് ഖുർആൻ. തീർന്നില്ല. ഈ 700 എന്നത് അടിസ്ഥാനപരമായി കിട്ടുന്ന കൂലിയാണ്. വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് റബ്ബ് ഇനിയും ഇരട്ടി ഇരട്ടി നൽകാം എന്ന് ഖുർആൻ. ഇനിയും ഇരട്ടി കിട്ടും അല്ലാഹു ഉദ്ദേശിച്ചാൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വല്ലാഹു വാസിഉൻ അലീം. ആരാണ് അല്ലാഹ്? വലിയ വിശാലത ചെയ്യുന്നവനാ. എല്ലാവരുടെയും കയ്യിലുള്ള സാമ്പത്തികത്തെ ഉള്ളും പുറവും അറിയുന്നവനാ. 700 ഇരട്ടി സ്റ്റാർട്ടിംഗ് പ്രതിഫലം, അവിടുന്ന് ഇരട്ടി പിന്നെയും ആവാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആയത്തിൽ ആദ്യം തന്നെ സദഖയുടെ പ്രതിഫലം പറഞ്ഞു. ഇനി നോക്കിക്കോളൂ, ഈ സദഖ 700 ഇരട്ടി എന്ന അടിസ്ഥാന പ്രതിഫലത്തിലേക്ക് എത്താനുള്ള യോഗ്യതകൾ ഒരുപാടുണ്ട്. പിന്നെ ആ സദഖ 700 ഇരട്ടി പ്രതിഫലം കരസ്ഥമാക്കിയിട്ട് പിന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്നത് ബാത്തിനായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. എന്ത് മുതൽ സദഖ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശവുമുണ്ട്. ഇതൊക്കെ ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم വലാഹും യഹ്സനൂൻ. അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തതിന്റെ പിന്നാലെ റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്തത് എടുത്തു പറഞ്ഞില്ല. നിനക്ക് ഞാൻ അത്ര തന്നതല്ലേ, നന്ദിയുണ്ടോടാ? നീക്കൂലോ? അതോടുകൂടാ കൊടുത്തതിന്റെ കൂലി പോയി. ഗുണമെടുത്ത് പറഞ്ഞിട്ടുമില്ല. മാത്രവുമല്ലാതെ സ്വീകരിച്ചു പോയവന്റെ പിന്നാലെ ചെന്നുകൊണ്ട് ശല്യവും ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, വാങ്ങിക്കൊണ്ടുപോയതിന്റെ പുറകെ പോയിട്ട് അവനെ അതിന്റെ പേരിൽ പീഡിപ്പിച്ചിട്ടില്ല. നീ പണം കൊടുത്തതിന്റെ പേരിൽ അത് ഉപയോഗിച്ച് അവനെ സ്വാധീനിച്ചിട്ടില്ല. അതുപോലെ തന്നെ നീ കൊടുത്തത് വിളിച്ചു പറഞ്ഞിട്ടുമില്ല. നീ നല്ല സുരക്ഷിതമായ രീതിയിൽ നല്ല നെയ്യത്തോടു കൂടെയാണ് കൊടുത്തത് എങ്കിൽ കേട്ടോളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രതിഫലമെന്ന് ഖുർആൻ. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കുള്ള പ്രതിഫലം റബ്ബിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടതാ. പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. ഇനി കേട്ടോളൂ, നമ്മൾ സ്വതക്ക ചെയ്യുന്ന ഒരിടത്തിൽ പെട്ടുപോയി. എല്ലാരും സ്വതക്ക ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഇല്ല. അല്ലെങ്കിൽ സ്വതക്ക ചെയ്യേണ്ട ഒരു ഇടം വന്നു, നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല. പക്ഷെ കൊടുക്കാൻ ഒരു മനസ്സുണ്ട്. അന്നേരം നല്ല വാക്ക് പറയാനാ നമുക്ക് തോന്നിയത്. അവഗണിക്കേണ്ട ഒരു നല്ല വാക്ക് പറയാം. ഉദാഹരണം, പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ എന്തോ 10-50 രൂപ ഉണ്ടായി. ആദ്യം കണ്ട 3-4 പേർക്കാൻ കൊടുത്തു. പള്ളിമുറ്റത്ത് പിന്നെ ഈ സ്വതക്ക കൊടുക്കാനുള്ള അവസരം ഉണ്ട്. നമ്മുടെ പള്ളികളുടെ മുമ്പിൽ അത് മിക്കാറുള്ളൂ. വേറൊരു ആരാധനാലയത്തിന്റെ മുന്നിൽ അങ്ങനെ യാചന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ രണ്ടാമത്തെ ആൾ കൈ നീട്ടിയപ്പോ, അല്ലോ എന്റെ കയ്യിലില്ലല്ലോ, ഞാനത് അവിടെ കൊടുത്തല്ലോ. ഒരു നല്ല വാക്ക്. ഖൗലും മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം. നല്ല വാക്ക് പറയാ എന്നത്, ഒരു നല്ല വാക്ക് പറയാം. എന്റെ കയ്യിലില്ലല്ലോ, അള്ളാഹുവേ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, ഒരു നല്ല വാക്ക് പറയാ. അല്ലെങ്കിലോ ഒരു വിഷമം തോന്നിയപ്പോ നമ്മളായിട്ട് വിട്ടുവീഴ്ച ചെയ്യലും സ്വതക്കയാണ്. നല്ല വാക്ക് പറയല് സ്വതക്കയാണ്. ചില സന്ദർഭത്തിൽ സ്വതക്കയേക്കാളും കൂലിയാണ്. അതെങ്ങനത്തെ സ്വതക്ക കൊടുക്കും, എന്നിട്ട് വിളിച്ചു പറയും. അങ്ങനെ സ്വതക്ക ചെയ്യുന്നതിനേക്കാളും കൂലി നല്ല വാക്ക് പറഞ്ഞാൽ മതി, കൊടുക്കണ്ട.
നീ ആ സമയത്ത് നല്ലൊരു പുഞ്ചിരി കൊടുത്താൽ മതി, വിട്ടുവീഴ്ച മതി. ഗുണമില്ലാത്ത സ്വതക്കയേക്കാളും എത്രയോ ഭേദം അത് തന്നെയെന്ന് ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. ഓ ജനങ്ങളെ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വതക്ക ചെയ്ത ശേഷം അത് വിളിച്ചു പറഞ്ഞു സ്വതക്ക സ്വീകരിച്ചു കൊണ്ടുപോയ ആളുടെ പിന്നാലെ കൂടി ശല്യം ചെയ്തും അത് നിങ്ങൾ ബാത്തിലാക്കല്ലേ എന്ന് ഖുർആൻ. സ്വതക്ക ബാത്തിലാവും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ മോളെ കെട്ടിക്കാൻ നേരത്തെ ഞാൻ അത്രയും തന്നതല്ലാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളെ കെട്ടിക്കാൻ കൊടുത്തപ്പോൾ സ്വതക്കയുടെ കൂലി അതുവരെ ഉണ്ടായി, അതോടുകൂടെ തീർന്നു, ആ പൈസ പോയി. സ്വതക്ക ചെയ്തിട്ട് നിങ്ങളത് വിളിച്ചു പറഞ്ഞു, സ്വതക്ക ചെയ്ത് അത് സ്വീകരിച്ചു കൊണ്ടുപോയ ആളെ ശല്യം ചെയ്തും നിങ്ങൾ നിങ്ങളുടെ സ്വതക്കയെ ബാത്തിലാക്കല്ലേ എന്ന് ഖുർആൻ. ഇനി കേട്ടോളൂ, അങ്ങനെ സ്വതക്ക ബാത്തിലാക്കുന്ന ആള് കല്ലദീ യുൻഫിഖു മാലഹു റിയാഅൻ നാസ് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി. ഈമാനില്ലാത്ത ആളുകൾ അമൽ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ മുസ്ലിം ആയിരിക്കില്ല അവർ വലിയ ദാനധർമ്മമൊക്കെ ചെയ്യും, അതിന് ഈ ക്വാളിറ്റി അവിടെ ഉണ്ടാവില്ല, അതിനുള്ള അംഗീകാരമൊക്കെ അവിടെ കൊടുത്തുവിടും. അങ്ങനെയുള്ള ഒരാളുടെ അമല് പോലെ പോവും. അത് ഈമാനില്ലാത്തവന്റെ അമല് പോലെ, ഈമാനില്ലെങ്കിൽ അമല് സ്വീകരിക്കൂല എന്ന പോലെ ആവും. സ്വതക്ക ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂലി കിട്ടൂല എന്ന് ഖുർആൻ. അവൻ ആരെപ്പോലെ എന്നറിയോ? അവൻ ഒരു മിനുസമുള്ള കല്ലിങ്ങനെ ഇരിക്ക, പുറത്ത് മേച്ചിലൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മിനുസുള്ള ഒരു വെള്ളാരങ്കല്ല് പോലത്തെ നല്ല മിനുസുള്ള ഒരു കല്ല്. ആ കല്ലിന്റെ മുകളിൽ കുറച്ച് മണലുണ്ട്. ആ മണലിങ്ങനെ ഇരിക്കുക. ഒരു പുറത്ത് ഒരു മഴയും വെയിലൊക്കെ കൊള്ളുന്ന ഒരിടത്ത് ഒരു മിനുസുള്ള കല്ല്, ആ കല്ലിന്റെ മുകളിൽ കുറച്ച് മണൽ കിടപ്പുണ്ട്. ഖുർആൻ പറയുന്നു, മിനുസമുള്ള കല്ലിന്റെ മുകളിൽ മണൽ തരികൾ കുറച്ചിങ്ങനെ കൂമ്പാരം കയറ്റി വെച്ചു. പെട്ടെന്ന് അവിടെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മിനുസമുള്ള കല്ലിൽ വെച്ചിരിക്കുന്ന മണൽ തരികള് പിന്നെ അവിടെ നോക്കിയാൽ കാണോ ഉണ്ടോ? മഴ ശക്തമായി പെയ്താൽ ആ മിനുസമുള്ള കല്ലിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന മണല് പോകുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന സദഖയുടെ കൂലി നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും ആ സൽക്കർമ്മത്തിന്റെ പ്രതിഫലത്തെ നിങ്ങൾക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയൂല എന്ന് ഖുർആൻ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. സത്യനിഷേധികളെ അല്ലാഹു നല്ല വഴിക്ക് കൊണ്ടുവരൽ പ്രയാസാണ്. പടച്ചവൻ അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. وَمَثَلُ الَّذِينَ يُنْفِقُونَ أَمْوَالَهُمُ ابْتِغَاءَ مَرْضَاتِ اللَّهِ وَتَثْبِيتًا مِنْ أَنْفُسِهِمْ كَمَثَلِ جَنَّةٍ بِرَبْوَةٍ أَصَابَهَا وَابِلٌ. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ദാനധർമ്മം ചെയ്യുന്ന ആളുകളുണ്ട്, ആരും അറിയുന്നില്ല. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ദാനം ചെയ്ത ആൾ ആരും അറിയുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആ സഹോദരൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ തുച്ഛമായ ഒരു വരുമാന കാലഘട്ടത്തിൽ അദ്ദേഹം സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മനാടായ മറ്റൊരു പ്രദേശത്ത് പള്ളിക്ക് കിണർ വേണമെന്ന് പറഞ്ഞപ്പോ ആരും അറിയാതെ അവിടെ കൊണ്ടുപോയി ഒരു കിണർ കുഴിച്ചു. ഈ കൂട്ടിവെച്ച പണം കൊണ്ട് ആ കിണറിൽ 17 വർഷം ആ പള്ളിയിലേക്ക് ഉളൂ ചെയ്യാനുള്ള വെള്ളം ഉപയോഗിച്ചു. 17 കൊല്ലം കഴിഞ്ഞ് ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോഴാണ് പലരും പറഞ്ഞത്, ഇക്കഴിഞ്ഞ 17 കൊല്ലം ഈ പള്ളിയിൽ വന്ന ലക്ഷോപലക്ഷം ആളുകൾ ഉളൂ ചെയ്തത് ഈ മനുഷ്യൻ താഴ്ത്തിയ കിണറുകൊണ്ടാണ്. ആ പറമ്പിൽ എവിടെ കിണർ കുഴിച്ചാലും വെള്ളമില്ല. ഖിയാമത്ത് നാൾ വരെ ഇനി അമല് തുടരും. അള്ളാന്റെ പൊരുത്തത്തിലായി സ്വതഖ ചെയ്താൽ
അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദാനം ചെയ്താൽ അത് ഏതുപോലെ എന്നറിയുമോ? ഉയരമുള്ള ഒരു ഭാഗത്ത് ചെടി നട്ടുപിടിപ്പിച്ചാൽ ആ ഉയരമുള്ള ഭാഗത്ത് ചോലയില്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടും അല്ലേ? ആ ഉയരമുള്ള ഭാഗത്ത് ഫലഭൂഷ്ടമായ മണ്ണാണ് ഉള്ളത് എങ്കിൽ മഴ പെയ്താൽ കൂടുതൽ നന്നായിരിക്കും. ഇനി അതല്ല, അവിടെ ഒരു ചെറിയ ചാറ്റൽ മഴ പോലും പെയ്തു കഴിഞ്ഞാൽ ഫഇല്ലം യുസിബ്ഹാ വാബിലു ഫതൽ വല്ലാഹു ബിമാ തഅമലൂന ബസീർ. ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും ഉയരമുള്ളിടത്തുള്ള കൃഷിക്ക് നല്ല വിളവെടുപ്പ് കിട്ടുമെന്ന പോലെ രഹസ്യമായി അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന സ്വതക്കയുടെ പ്രതിഫലം പാഴല്ലെന്ന് ഖുർആൻ. അള്ളാഹു ചോദിക്കാ, നിങ്ങൾക്ക് ഇഷ്ടം ഏതാണ്? ഫലഭൂഷ്ടമായ തോപ്പുകളും പൂന്തോട്ടങ്ങളും ഈത്തപ്പനകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്വർഗതുല്യമായ വലിയ വലിയ തോട്ടങ്ങളാണോ നിങ്ങൾക്കിഷ്ടം? അതിൻ്റെ അടിവാരങ്ങളിലൂടെ അരുവി ഒഴുകുന്ന മനോഹരമായ രീതിയിലുള്ള വലിയ വലിയ പൂന്തോപ്പുകളാണോ നിങ്ങൾക്കിഷ്ടം? അതോ നിങ്ങൾക്ക് കരിഞ്ഞു പോയ ഉണങ്ങിപ്പോയ കുറെ മരങ്ങളുള്ള തോട്ടമാണോ നിങ്ങൾക്കിഷ്ടം? ഏതാ വേണ്ടതെന്ന് തെരഞ്ഞെടുത്തോളാൻ ഖുർആൻ ഇങ്ങനെ സ്വതക്കയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അയവദ്ദു അഹദുക്കും ഔ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅഅനാബിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ലഹു ഫീഹാ من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. ചിന്തിക്കണേ, അള്ളാഹു ഇങ്ങനെ ഉപമിച്ച് ഈ സൽക്കർമ്മത്തിന്റെ മഹത്വവും അതിന്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സദഖക്ക് ഒരു പന്നവും ഇല്ല, സദഖക്ക് എന്നൊരു കുറവും ഇല്ല. ഒരുപാട് ആളുകൾ സദഖ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് സ്വതക്കകൾ ഇന്ന് പഴയ കാലത്തെ പോലെയല്ല. ഒരു രോഗി ഒരു സ്ഥലത്തുണ്ടെന്ന് അറിയുമ്പോഴേക്കും ഒരു വാട്സാപ്പ് കൂട്ടായ്മ വേഗം വരും, പെട്ടെന്ന് അതിനുള്ള പണം കണ്ടെത്തും. സ്വതക്ക ഇങ്ങനെ ഒഴുക തന്നെ. പക്ഷെ പഴയ കാലത്തെ സ്വതക്കയുടെ ഒരു ഫലമൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊരു സംശയമുണ്ട്. ഇന്ന് കോടികളുടെ സ്വതക്കകൾ നടക്കുന്നുണ്ട്. 18 കോടി രൂപയുടെ ഒരു മെഡിസിന് വേണ്ടി ഒരു പൊന്നുമോന് ഓൺലൈനിൽ ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പെട്ടെന്നൊരു കളക്ഷൻ നടന്നപ്പോ ആ കളക്ഷനിൽ ആരും പ്രതീക്ഷിക്കാതെ 1 കോടി രൂപ അതിൽ വന്ന് വീഴാ. ഒരു സഹോദരൻ വിദേശത്ത് നിന്ന് അയച്ചതാണ്. 1 കോടി രൂപ ഒരു പരിചയവുമില്ലാതെ ഒരാൾ മറ്റൊരാൾക്ക് സ്വതക്ക കൊടുക്കുക. അതേ സഹോദരൻ മറ്റൊരവസരത്തിൽ പിന്നെയും കൊടുത്തു 1 കോടി. അതൊക്കെ ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ്. ഈ രീതിയിൽ കോടാനുകോടിയുടെ സ്വതക്കകൾ എമ്പാടും ഇങ്ങനെ ചാരിറ്റിയായും അല്ലാതെ പുതിയ പേരാ ചാരിറ്റി, നേരത്തെ ഉണ്ട് ഇതൊക്കെ, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സ്വതക്കകൾ ഒരുപാടുണ്ട്, പക്ഷെ മനുഷ്യന്മാർക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈ കേട്ടോളൂ, യാ അയ്യുഹല്ലദീന ആമനൂ أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. സ്വതക്ക ചെയ്യുമ്പോൾ എന്താ സ്വതക്ക ചെയ്യേണ്ടത്? സ്വതക്ക ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നല്ല മുതല സ്വതക്ക ചെയ്യേണ്ടത്. ഏറ്റവും നല്ലത് വേണം സ്വതക്ക ചെയ്യാൻ. 2 എണ്ണം ഉണ്ട്, അതിൽ നല്ലതുണ്ട്. ഒരാള് 2 ആംബുലൻസ് ഉണ്ട്. ഒരാൾക്ക് 1 ആംബുലൻസ് പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അള്ളാഹു സഹോദരൻ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഒരെണ്ണം പഴയതും ഒരെണ്ണം പുതിയതും. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, പള്ളിക്ക് കൊടുക്കണല്ലേ, ദാനം ചെയ്യണതല്ലേ, പുതിയതിരിക്കട്ടെ. 2 എണ്ണം ഉണ്ട്. നല്ലത് കൊടുക്കണം. സദക്ക കൊടുക്കുമ്പോ മീൻകാരൻ വന്നപ്പോ 50ന്റെ നോട്ടായിട്ട് അയല വാങ്ങാൻ ചെന്നു.
അപ്പൊ അയാൾ പറഞ്ഞു ഇത് കീറിയതാ, അടുത്ത പ്രാവശ്യം വരുമ്പോ തന്നാതെ 50 രൂപ എന്ന് പറഞ്ഞു. ഇതിപ്പോ മീൻകാരനും എടുക്കൂല, ഇനി പെട്രോൾ പമ്പിൽ പോയാൽ ചിലപ്പോൾ എടുക്കുമായിരിക്കും അല്ലേ. ഇനിയിപ്പോ ആരെ പെട്രോൾ പമ്പിലേക്ക് 50 രൂപയായിട്ട് പോവാ? അന്നൊരു കാര്യം ചെയ്യാം, വൈകുന്നേരം പള്ളിയിൽ സലാത്തുകൾക്ക് കിടക്കുന്നുണ്ട്, അങ്ങോട്ട് ദ്വാരക്കാൻ കൊടുക്കാം. അത് ആ ബക്കറ്റിൽ മജ്‌ലിസുന്നൂറിന്റെ ബക്കറ്റില് അത് അങ്ങോട്ട് ഇട്ടേക്കാം. ഇപ്പൊ ആരാ അറിയണല്ലേ? അങ്ങനെ തീരുമാനിച്ചാൽ നടക്കുമോ? ഇത് പടച്ചവനെ പറ്റിക്കില്ലല്ലേ. അങ്ങനൊക്കെ വേറെ എവിടെയൊക്കെ ഉണ്ടട്ടോ, ഇവിടെ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നല്ല. അങ്ങനെ പണ്ട് ഒരു കള്ളൻ പാതിരാവില് പള്ളിയുടെ കുറ്റി ഭണ്ഡാരക്കുറ്റി പൊട്ടിച്ചു. അന്നത്തെ ദിവസം അതേ രാത്രി തന്നെ അമ്പലത്തിന്റെ കുറ്റിയും പൊട്ടിച്ചു. ഈ കള്ളനെ പിടിക്കാൻ പോലീസുകാര് പഠിച്ച പണിയും നോക്കി, കിട്ടിയില്ല. അവസാനം ഒരു രസികൻ പറഞ്ഞു, ഈ നാട്ടിലെ ഹോട്ടലുകളിലും പലചരക്ക് കടയിലും ചെന്നിട്ട് ഇന്ന് ചില്ലറ മാറാൻ കൊണ്ടുവന്ന ആളുകളുടെ പേരൊന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചില്ലറ മാറാൻ കൊണ്ടുവന്ന ആളുകളുടെ പേരെടുത്തു. ആ കൂട്ടത്തില് ഏറ്റവും മോശമായ ചില്ലറയും കീറിയ നോട്ടും കൊണ്ടുവന്നത് ആരാണോ അയാളുടെ പേര് അതിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. അവൻ തന്നെയാണെന്ത്? കാരണം പള്ളിക്കുറ്റിയിലും അമ്പലത്തിന്റെ കുറ്റിയിലും ഏറ്റവും മുഷിഞ്ഞ നോട്ടും കീറിയ നോട്ടും നമ്പറൊക്കെ മാഞ്ഞുപോയ ചില്ലറ പൈസ സാധാരണ ഇടാൻ സാധ്യത. അത് കൊണ്ടുവന്ന ആള് തന്നെയാണ് അത് പൊട്ടിച്ചത്. ആ കള്ളൻ അതാണെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ മനുഷ്യന്മാരുടെ ദാനധരം ആരെങ്കിലും കാണാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ. അതാണ് ഈ സ്വതക്കയുടെ ഒക്കെ ഗുണം മനുഷ്യന്മാർക്ക് ഇല്ലാതെ പോയത്. അതുകൊണ്ട് സ്വതക്കയുടെ ഗുണം എന്താ? ആകാശത്തിന്റെ കെട്ടുറപ്പിനെക്കാളും ശക്തമാ സ്വതക്ക, പർവ്വതത്തിന്റെ കടുപ്പത്തെക്കാളും സ്വതക്ക ശക്തമാ, കടലിലെ തിരമാലയെക്കാളും ശക്തമാ സ്വതക്ക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയമുണ്ട്, നമുക്ക് ആ ഹദീസിലേക്ക് വരാം. ഏതായാലും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. നിങ്ങൾ സ്വതക്ക ചെയ്യേണ്ടത് ഏതാണെന്നറിയുമോ? നിങ്ങൾ തൊഴിൽ ചെയ്തുണ്ടാക്കിയ ഏറ്റവും വിശുദ്ധമായത് നിങ്ങൾ സ്വതക്ക ചെയ്യാം. നല്ലത് സ്വതക്ക ചെയ്യാ, എന്നാലാ ഗുണമുള്ളൂ. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഹസൻ ബസ്രിയും മറ്റും പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ഒരു സ്ഥലത്ത് കുറച്ച് നജസ് വീണു, ഒരു വസ്ത്രത്തിൽ. നജസായ വസ്ത്രത്തെ ശുദ്ധിയാക്കാൻ മൂത്രം കൊണ്ട് കഴിയൂലല്ലോ. എന്ന പോലെയാണ് ഹറാമിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് പുണ്യം നേടാൻ കഴിയില്ല. ഒരാള് ബാങ്കിൽ പണം നിക്ഷേപിച്ചു, പലിശ വന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹറാമായ രീതിയിൽ അവന് പണം കിട്ടി. ആ കിട്ടിയ പണം കൊണ്ടവൻ സൽക്കർമ്മം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് സൽക്കർമ്മം ആവൂല. എന്ന പോലെ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ മണ്ണിൽ കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയതുണ്ടാവൂലേ? മണ്ണിൽ കൃഷി ചെയ്ത് കിട്ടിയതുണ്ടാവൂലേ? അതോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിച്ചതിൽ ഏറ്റവും നല്ലതോ? അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ സദഖ ചെയ്യൂ എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ വലസ്തും ബിആഖിദി. നിങ്ങൾക്കാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിനൊരു നിലവാരം കുറവുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഒഴിവാക്കണ സാധനമൊന്നും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വതക്ക ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ നമുക്കാണെങ്കിൽ അതായത് ഇപ്പൊ റേഷനരി ഒരാള് അയാളുടെ വീട്ടിൽ ഉപയോഗിക്കാറില്ല. അപ്പൊ ഒരാള് പറയാണ്, കുറച്ച് റേഷനരി ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്വതക്ക എന്ന് സ്വീകരിച്ചു. എനിക്ക് വേണ്ടെന്താ, ഞാനത് ഉപയോഗിക്കാറില്ല. അങ്ങനെ റേഷനരി ഉപയോഗിക്കുന്നില്ല ആൾക്ക് അതിനോട് ഒരു ചെറിയ അകലമുണ്ട്. റേഷനരി മോശമായതുകൊണ്ടല്ലോ, മൂപ്പർക്ക് അത് ഇഷ്ടമല്ല. എന്നാൽ നല്ല വിലപിടിപ്പുള്ള വിപണിയിൽ കിട്ടുന്ന മറ്റേ മുന്തിയ തരം അരി അയാളുടെ വീട്ടിലുണ്ട്, റേഷൻ അരി ഉണ്ട്. ഇയാൾ റേഷനരി ദാനം ചെയ്ത ഗുണം കിട്ടോ? ഇല്ല. എന്തുകൊണ്ട്? സ്വന്തം ആവശ്യത്തിന് അയാൾ വേണ്ടാന്ന് വെക്കുന്ന സാധനം അയാളുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് കൊടുത്താൽ, അങ്ങനെ കൊടുക്കുന്നതിൽ അയാൾ താല്പര്യം കാണിച്ചാൽ ആ കൊടുക്കൽ കൊണ്ട് ഗുണമില്ല. നമുക്ക് വേണ്ടി നമ്മൾ നല്ലതെന്ന് വിലയിരുത്തുന്നതാവണം. മറ്റുള്ളവർക്ക് കൊടുക്കാനും നമ്മൾ ആ രീതിയിൽ തന്നെ സമീപിക്കണമെന്ന് ഖുർആൻ. നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല.
കണ്ണടച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ എന്തോ അതായിരിക്കണം നിങ്ങൾ സ്വതക്ക ചെയ്യേണ്ടതെന്ന് ഖുർആൻ. അത്ര ഫസ്റ്റ് ക്വാളിറ്റി സാധനമായിരിക്കണം സ്വതക്ക ചെയ്യേണ്ടത്. എന്നാലാ അതിന്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അള്ളാഹ്ക്ക് പാക ഇടങ്ങേറും ബുദ്ധിമുട്ടായതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാന്ന്. അങ്ങനെ വിചാരിക്കേണ്ട മനുഷ്യന്മാരെ, വഅലമു അറിഞ്ഞോളൂ, അന്നല്ലാഹ ഗനിയുൻ, നിങ്ങളുടെ സ്വതക്ക അള്ളാഹ്ക്ക് വേണ്ട, ഹമീദ്, അള്ളാഹ് എന്നും സ്തുതിക്കപ്പെട്ടവനാണെന്ന് ഖുർആൻ. പിന്നെ ചില മനുഷ്യന്മാരുണ്ട്, സ്വതക്ക കൊടുത്തപ്പോ കൂലി കിട്ടോ, എന്തേ ഇതൊക്കെ വെറുതെ പറ്റിക്കലാണ്. ഇങ്ങനെ സ്വതക്കയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ മുസ്ലിയാര് പിരിക്കാൻ തുടങ്ങി എങ്ങനെയപ്പ ശരിയാവാ? ഇങ്ങേർക്ക് വേറെ പണിയില്ല. പിശാജ് മനസ്സിൽ കയറിയിട്ട് ദാനധർമ്മം ചെയ്യുന്നവന്റെ മുന്നിൽ വന്ന് പിശാജ് പണിയെടുക്കുമെന്ന് ഖുർആൻ. എടോ, നീ ഇപ്പൊ ഇത് സ്വതക്കയാണെന്നും പറഞ്ഞ് ദാനം ചെയ്താൽ നിനക്ക് സാമ്പത്തിക ടൈറ്റ് വരുമെന്ന് ഇബ്ലീസ് പറയും. സ്വതക്കയുടെ മുന്നില് കേട്ടോളൂ, ആയത്ത് കേട്ടോളൂ. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. പിശാച് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വാഗ്ദാനം പറയുന്നു. അവൻ നിങ്ങളോട് കരാർ ചെയ്യുന്ന സദഖ ചെയ്താൽ നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം. പുണ്യ നബി പഠിപ്പിച്ചല്ലോ, മാ നഖസത് സദഖത്തും മിമ്മാൽ, ഒരിക്കലും ഒരാളും സദഖ ചെയ്താൽ പണത്തിൽ കുറവ് വരില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പണം കുറവ് വരൂല സദഖ ചെയ്താ. സദഖയുടെ പേരിൽ ഒരാള് ഇല്ലാത്തവനായി പോകൂല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് നിങ്ങളോട് വൃത്തികെട്ട കാര്യങ്ങൾ കൽപ്പിക്കുന്നു. നിങ്ങൾ ദാനം ചെയ്യാൻ പോകുമ്പോൾ അവൻ മുന്നിൽ വന്നിട്ട് പറയും, ദാനം ചെയ്യല്ലേ, ദാരിദ്ര്യം വരുമെന്ന് പറയുന്നു. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങളുടെ പാപം പൊറുക്കുന്നു. അത് അല്ലാഹ് ഏറ്റെടുത്ത കാര്യമാ. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഔദാര്യമായി ഇനിയും ഇനിയും തരുന്നു. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല. അല്ലാഹു നിങ്ങൾക്ക് കൂടുതൽ തരും. ഇത് റബ്ബ് ഏറ്റെടുത്തിട്ടുള്ള കാര്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലമായി ചെയ്യുന്നവനാ. അല്ലാഹു വിശാലമായി ചെയ്യുന്നവൻ. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാന്നുള്ളത് ഒരു വലിയ ഒരു തത്വജ്ഞാനമാണ്, ഒരു ഹിക്മത്താണിത്. ഇത് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന അറിവാണ് എന്ന് ഖുർആൻ. യുഅ്തിൽ ഹിക്മത മയശാഉ വമയുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ചിന്തിക്കുന്നില്ലല്ലോ മനുഷ്യർ. സദഖയുടെ മഹത്വമൊന്നും മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ലല്ലോ. എല്ലാവരും സദഖ ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലൊന്നുമില്ലല്ലോ നബിയെ, പണിക്ക് പോവണം, എന്നിട്ട് ഹലാൽ സമ്പാദിക്കണം, എന്നിട്ട് സദഖ ചെയ്യണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പണിക്ക് പോവാൻ കഴിയില്ലല്ലോ നബിയെ, എന്നാൽ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അവന്റെ കൂടെ കൂടി അവനെ സഹായിച്ചോളൂ, അതും സദഖ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനും പറ്റുന്നില്ലല്ലോ നബിയെ, എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആർക്കും ശല്യം ചെയ്യാൻ പോവാതിരിക്കുക, നിന്റെ നാവ് കൊണ്ടും കയ്യുകൊണ്ടും ശല്യം ചെയ്യാതിരിക്കുക, അത് തന്നെ സദഖ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അമൽ ഒഴിവല്ല. സദഖക്ക് ഒരു മതവും സദഖയെ ഒഴിവാക്കിയിട്ടില്ല. ദാനധർമ്മം എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മനുഷ്യവർഗത്തിന്റെ ഒരു പൊതു നന്മയാണ് സദഖ. ഇത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവണം. പണക്കാരൻ പാവപ്പെട്ടവന് കൊടുക്കല് മാത്രമല്ല, പാവപ്പെട്ടവൻ പണക്കാരനും കൊടുക്കാൻ പറ്റിയ. ഇപ്പൊ വീട്ടിൽ 3 ചക്ക ഉണ്ടായി, അപ്പുറത്തെ വീട്ടിലെ വലിയ ഹാജിയാരുടെ വീട്ടിലേക്ക് ഒരു ചക്ക സ്വതക്കയായി. അപ്പൊ ഈ അമല് മനുഷ്യന്മാരിൽ നിലനിന്നേ പറ്റൂ. അതിൽ പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ പങ്കാളികളാവാൻ പറ്റുന്ന, പണം കൊണ്ടും അല്ലാതെയും ചെയ്യാൻ പറ്റുന്ന ഈ അമല് ഭൂമിയിലില്ലെങ്കിൽ ഭൂമി ഇല്ലാന്ന ചുരുക്കം. ആപത്തുകളെ അള്ളാഹു തടയുന്നത് സദഖ കൊണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ എന്തെങ്കിലും സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് കൃത്യമായി അറിയാം. എന്തെങ്കിലും എന്ന് ഖുർആൻ.
വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദറിൻ ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിദ്ദാലിമീന മിൻ ആസാൻ. നിങ്ങൾ എന്ത് ദാനം ചെയ്താലും അത് അല്ലാഹുവിങ്കൽ കൃത്യമായി അറിയിക്കപ്പെടുന്നു. നിങ്ങൾ സദഖ ചെയ്തപ്പോൾ 4 ആള് അറിഞ്ഞുപോയി. മനഃപൂർവ്വമല്ല, സദഖ ചെയ്തപ്പോ 10 ആൾ അറിഞ്ഞുപോയി. അത് നിങ്ങൾ കരുതി കൂട്ടിയ ആളുകൾ അറിയണമെന്ന് ഓർത്ത് ചെയ്തല്ല, അങ്ങനെ ആളുകൾ അറിഞ്ഞുപോയി. അങ്ങനെ ആളുകൾ അറിഞ്ഞതിന് നിങ്ങൾ ഉത്തരവാദിയല്ല. അങ്ങനെ ആളുകൾ അറിഞ്ഞു, അതിന് നിങ്ങൾ ഉത്തരവാദികളല്ല, അറിയാതെ സംഭവിച്ചാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഫനിഅമ്മാഹിയ, നിങ്ങൾ അതിൽ പൊങ്ങച്ച നടിക്കാതിരുന്നാൽ മതി. ഫനിഅമ്മാഹിയ, നിങ്ങൾ ആളുകൾ അറിഞ്ഞു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. 10 ആൾക്ക് അത് ഒരു പ്രചോദനമായാൽ അതൊരു ഗുണല്ലേ. ഇനി കേട്ടോളൂ, എന്നാൽ രഹസ്യമായിട്ട് ചെയ്യുക, അതാണ് കൂടുതൽ ഖൈർ എന്ന് ഖുർആൻ. വയുകഫിറു അൻകും മിൻ സയ്യിആതികും, പാപങ്ങൾ അല്ലാഹു പൊറുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു എല്ലാം സസൂക്ഷ്മം അറിയുന്നവനാണ്. അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ചെയ്യുന്ന അമലുകളൊക്കെ പാഴാവാതെ, സദഖകൾ പാഴാവാതെ, ജീവിതത്തിൽ ഈ പറയപ്പെട്ട മൂല്യങ്ങൾ ശ്രദ്ധിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.